ഹായ്, എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇന്നത്തെ വിഷു സീരീസിൽ ഞാൻ കാണിക്കുന്നത് പച്ചടിയും കിച്ചടിയുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പച്ചടിക്ക് ഇതേപോലുള്ള 2 പീസുകൾ മതിയാകും. ഈ രീതിയിൽ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് 2 പച്ചമുളകും കീറിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാം. പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കണം. പച്ചടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ കുറച്ച് മതി. ഒരു 1/2 കപ്പോളം തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 ചെറിയ ഉള്ളി, 2 പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഒരു പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 2 തവി തൈര് ഒഴിച്ച് ഒന്നും കൂടെ അരച്ചെടുക്കണം. തൈര് കൂടി പോകരുത്. ചെറിയ ബൗളിലല്ലേ പച്ചടിക്ക് അരയ്ക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് വേണം തൈര് ചേർക്കാൻ. തൈര് കൂടിപ്പോയാൽ ജാറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് തൈര് ചേർത്ത് അരയ്ക്കുക. അരച്ചതിന് ശേഷം ലാസ്റ്റ് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് ചതച്ചെടുക്കണം. വെന്ത പച്ചരിക്ക കഷ്ണങ്ങളിലേക്ക് അരച്ച മിക്സ് ചേർക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചൂടാക്കാറില്ല. പിന്നീട് കടുക് വറുത്തിടാറേ ഉള്ളൂ. ഇനി കടുക് താളിച്ച് പച്ചടിയിലേക്ക് ഒഴിക്കുക. ടേസ്റ്റി പച്ചടി റെഡി. ഇനി ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ബീറ്റ്റൂട്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് 1 കപ്പോളം വരും. ഇനി ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വേവിച്ചിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതേപോലെ അരയണം. എന്നിട്ട് അത് അടുപ്പിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം. വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 2 പിടി തേങ്ങ മതി. 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 1 കഷ്ണം ചെറിയ ഇഞ്ചി ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ച തേങ്ങാ മിക്സ് ബീറ്റ്റൂട്ടിലോട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് 2 സ്പൂണ് തൈര് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇളക്കാൻ. റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിച്ചിട്ട്
അടിപൊളി കിച്ചടി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.